കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കൌൺസിൽ യോഗം ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച കുമളി വ്യാപാര ഭവനിൽ വെച്ച് നടക്കും. പിരിമേട് എം.എൽ.എ. അഡ്വക്കേറ്റ് ശ്രീ തോമസ് യോഗം ഉദ്ഘാടനം ചെയ്യും. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100ഓളം പ്രതിനിധികൾ കൌൺസിലിൽ പങ്കെടുക്കും. ഈ 5 വർഷക്കാലം കൊണ്ട് നമ്മൾ കിട്ടിക്കൊണ്ടിരുന്ന അത് നിർത്തലാക്കിയതല്ലാതെ ഒരു പൈസയുടെ പ്രവർത്തന സംഘടനയില്ല. ഒന്നാമത് നമ്മളെല്ലാവരും ഒരുപാട് വയസ്സും ആയൊക്കെ പെൻഷൻകാരാണ്, ഒരുപാട് സമര കാര്യങ്ങളൊക്കെ നടത്തി. പക്ഷേ അതിൻ്റെ കാര്യങ്ങളൊന്നും കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മുടെ പുതിയ ഗവൺമെന്റിനോട് സമർപ്പിച്ചിട്ടുണ്ടാകും. അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കെ.വി. ജോസ് അധ്യക്ഷത വഹിക്കുന്ന യോഗം പിരിമേട് എം.എൽ.എ. അഡ്വക്കേറ്റ് ശ്രീ തോമസ് ഉദ്ഘാടനം ചെയ്യും. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് എം സുകുമാരൻ മുഖ്യപ്രഭാഷണം നടത്തും. സംസ്ഥാന ട്രഷറർ കെ.എം. തോമസ് സംഘടന റിപ്പോർട്ട് അവതരിപ്പിക്കും. ജില്ലാ സെക്രട്ടറി ടി.വി. പൗലോസ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ പി.എൻ. സുഗു വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിക്കും. കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് എം.എം. വർഗീസ്, അമരാവതി എസ്.സി.ബി. പ്രസിഡന്റ് ജോസ് മാത്യു, സംസ്ഥാന കമ്മിറ്റി അംഗം കെ.കെ. ജോസഫ് എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. കഴിഞ്ഞ 5 വർഷക്കാലമായി സഹകരണ പെൻഷൻകാർക്ക് നിശ്ചയിച്ചിരുന്ന ക്ഷാമാശ്വാസം പുനഃസ്ഥാപിക്കണമെന്ന് സംഘടന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇപ്പൊ നമുക്ക് കിട്ടുന്നില്ല. ഈ പെൻഷൻ 15,000 രൂപ ഈ കാലാവസ്ഥയിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ 15,000 പോലും വാങ്ങിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. കാരണം ജീവിതത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ ഭാഗമായി എല്ലാവർക്കും വിവരങ്ങളായി ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി തരണം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ഈ സംഘടന ആവശ്യപ്പെടുന്നത്. പരിപാടിയെപ്പറ്റി അറിയിക്കുന്നതിനായി കുമിൽ ചേർന്ന വാർത്താസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് കെ.വി. ജോസ്, സെക്രട്ടറി ടി.വി. പൗലോസ്, ട്രഷറർ പി.എൻ. സുഗു, നിയോജകമണ്ഡലം പ്രസിഡന്റ് ടി.ടി. തോമസ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി തോമസ് ജോസഫ്, ജില്ലാ കമ്മിറ്റി അംഗം ജോസഫ് വർഗീസ്, താലൂക്ക് സെക്രട്ടറി പി.എം. ജോർജ് എന്നിവർ പങ്കെടുത്തു. ഇടുക്കി വിഷൻ, കുമളി.